പത്ലു, എനിക്കൊരു സൂപ്പർ ഹീറോയെ പോലെ ആയിട്ട് സാമൂഹ്യ സേവനം നടത്താൻ കൊതിയാവുന്നടാ. എന്തായി സംഭവിക്കുന്നത്? അകത്ത് വല്ല അറ്റകുറ്റപ്പണിയും നടക്കുന്നുണ്ടോ? ഇത് ഡോക്ടർ ചർക്ക ചെറിയൊരു ഓപ്പറേഷൻ നടത്തുന്നതാണ്. ഓപ്പറേഷൻ ഇത്രയും ശബ്ദോ? നമ്മുടെ ഡോക്ടർ ചർക്ക ഇങ്ങനത്തെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ രോഗികൾക്ക് ഊർജം കിട്ടും. അതിന്റെ ശബ്ദാണത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ സൂപ്പർ ഹീറോ ആയി മാറി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് മോട്ടോ. ആ, നമുക്കും സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ. നിങ്ങള് സൂപ്പർ പവറിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നേ. ഞാൻ ഡോക്ടർ ചർക്കയോട് പറഞ്ഞ് നിങ്ങൾക്ക് അടിപൊളി ഗാഡ്ജറ്റ്സ് വാങ്ങിത്തരാം. അതുണ്ടെങ്കിൽ സൂപ്പർ ഡൂപ്പർ മാനുവലും തോറ്റു പോന്നേ. ആണോ? ഡോക്ടർ ജഡ്കയുടെ അടുത്ത് അതുപോലത്തെ ഗാഡ്ജറ്റ്സ് ഉണ്ടോ? ഒന്നല്ല, ഒരുപാട് ഉണ്ടെന്നേ. രോഗികൾ ഇല്ലാത്തപ്പോ വേറെ വല്ല പണി വേണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് പണി. അവിടെ നിൽക്കൂ. നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? താൻ ഡോക്ടറാണോ വേറെ വല്ലോ? ഒരു പല്ല് തനിക്ക് പറിക്കാൻ പറ്റില്ലേ? ഒന്നോ? ഞാൻ 4 പല്ലെടുത്തില്ലേ? പക്ഷെ ആ വേദനയുള്ള പല്ല് അവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഒരു അവസരം കൂടി തരുകയാണെങ്കിൽ. ഡോക്ടർ ജഡ്ക, പൊന്നു സുഹൃത്തെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആവശ്യമുണ്ട്. ഞങ്ങൾക്കും സൂപ്പർ ഹീറോ ആയി മാറി ഫുർഫുറി നഗറിന് സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ആ സൂപ്പർ ഹീറോന്റെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇതിനെ തരാമോ? കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങള് വലിയൊരു സൂപ്പർ ഹീറോ പദവിയിലേക്ക് എത്തിച്ചേരുമല്ലോ. സന്തോഷമുണ്ട് സുഹൃത്ത്, വളരെ സന്തോഷം. ഞങ്ങളും ആ ഒരു ദിവസം സൂപ്പർ ഹീറോ. മോട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് സൂപ്പർ ഹീറോന്റെ ഡ്രസ്സൊക്കെ ശരിയാക്കണം. സൂപ്പർ ഹീറോന്റെ സൂപ്പർ ഡ്രസ് ഇടാതെ നടന്ന ഒരു രസം ഉണ്ടാവില്ല. വേഗം വാ. ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയില്ല. രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളെയൊക്കെ രക്ഷിക്കാനായി 2 സൂപ്പർ ഹീറോ. ഇന്ന് രാത്രിക്ക് ശേഷം മോട്ടോമേനെന്നും പത്ലുമേനെന്നും ഞങ്ങൾ അറിയപ്പെടും. ഇത് മോട്ടു മാൻ, ഇത് പത്ലു മാൻ. ആക്രമിക്കൂ. പത്ലു, സാമൂഹ്യ സേവനമൊക്കെ പിന്നെ മതി. ആദ്യം നമുക്ക് രക്ഷപ്പെടണം. മോട്ടോ, നമ്മള് സൂപ്പർ ഹീറോകളാണ്. ഈ പട്ടികളെ പേടിച്ചിങ്ങനെ ഓടിയ കുറ്റവാളികളെ ആര് പിടിക്കും? പത്ലു, നമുക്ക് ജീവനുണ്ടെങ്കിലല്ലേ ആക്രമികളെ നമുക്ക് പിടിക്കാൻ പറ്റൂ. മോട്ടോ, ആ സ്പൈഡർ വെബ് ഉപയോഗിച്ച് വേഗം മുകളിലേക്ക് എങ്ങനെയെങ്കിലും ചാടി കയറാൻ നോക്ക്. അല്ലാതെ ഒരു രക്ഷയില്ല. ഒട്ടുന്നില്ലല്ലോ. ഓ, ഈ സ്പൈഡർ വെബ് ഒന്നിനും കൊള്ളൂലല്ലോ. നമുക്ക് പറ്റിപ്പോയതാ. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പട്ടികൾ അടുത്തെത്തി. കണ്ടില്ലേ, ഒട്ടുന്നില്ല. ഒട്ടിയടാ പത്ലു. എന്റെ ജഡ്ക ചേട്ടാ, ഈ താഴെ നിന്നോണ്ടുള്ള സാമൂഹ്യ സേവനം ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഓടി ഓടി മതിയായി. അതിനല്ലേ നമ്മള് മുകളിലേക്ക് വന്നത്. ഇത്തവണ ആകാശത്ത് നിന്ന് ആക്രമിക്കാൻ പഠിക്ക്. മോട്ടു പത്ലു, ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഏതൊരു സൂപ്പർ ഡൂപ്പർമാന്റെ പിന്നിലും ഒരു സാധാരണക്കാരന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളെ മറക്കരുതേ. രാത്രിയുടെ യാമങ്ങളിൽ ഫുർഫുറി നഗരത്തിലെ മണൽ തരികളിലും പുൽക്കൊടികളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അതോ ലോകത്തിന്റെ പുതിയ ശബ്ദം ജോൺ ഡോൺ ഡോൺ ജോൺ ഡോൺ ജോൺ. ഇത് സമ്മതിക്കണല്ലേ? കൊള്ളാമല്ലോ ബോസ്, നല്ല കവിതയാണല്ലോ.
അല്ലേ നമ്പർ 2? ഞാൻ പ്രശംസകളിൽ തൽപരനല്ല. ദേ അങ്ങോട്ട് നോക്ക ജോൺ ദ ഡോൺ. സമൂസയിൽ മസാല ഉള്ളിടത്തോളം കാലം സാമൂഹ്യ സേവനത്തിൽ ഈ മോട്ടവും ഉണ്ടായിരിക്കും. നിന്റെ തലയ്ക്കകത്ത് ഐഡിയ ഒക്കെ ഉണ്ടല്ലേ? വേഗം പോ, അവൻ ഓടിപ്പോവും. ആക്രമിക്കൂ. ആ. ഏതോ അപശബ്ദം കേൾക്കുന്നുണ്ട്. വാ, നമുക്ക് വേഗം സ്ഥലം വിടാം. ആര് വന്നാലും ഈ ജൂണിന് ഇതൊക്കെ പുല്ലാണ് കൂട്ടനെ. മോട്ടോ, നമ്മള് വീണ്ടും ചുമരിലേക്ക് തന്നെയാ പോകുന്ന. നീ വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒരു ഉപായം പറയൂ. ഐഡിയ കേൾക്ക്. കയ്യും ചിറകം മുകളിലേക്ക് ഉയർത്ത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പറക്കാൻ തുടങ്ങും. ആ, രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. മോട്ടോ, ചിങ്കം വരുന്നുണ്ടോ? ഓടിക്കോ. ബാഗ് കയ്യിൽ കിട്ടി. പക്ഷെ കള്ളൻ എവിടെ പോയി? ഈ ചിങ്കമിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. ഈ പ്രാവശ്യം ഞാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ചിങ്കത്തിനെ വെല്ലുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. അമ്മോ, ഓ, ഈ തേങ്ങയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. അല്പം കഴിഞ്ഞാൽ എല്ലാം ഭേദമായിക്കോളും. എന്തു പറ്റി കൂട്ടുകാരാ? ഇന്നലെ നിന്റെ സാഹസികത എന്തായിരുന്നു? എവിടുന്ന മരുന്നൊക്കെ? ഡോക്ടർ ഞാനാണോ നീയാണോ? നിങ്ങളുടെ വാക്ക് കേട്ട ഞങ്ങളുടെ അവസ്ഥ ഇതുപോലെ ആയത്. നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് പോരാ. ഈ പ്രാവശ്യം ഡോക്ടർ ചട്ക ഒരു സൂപ്പർ പവറുള്ള ഷൂ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. അത് ഇട്ടാൽ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും. നിങ്ങളുടെ സൂപ്പർ സോണിക് ഷൂസ് നിങ്ങൾ തന്നെ വെക്കാവും നല്ലത്. ഇനി ഈ ശരീരത്തില് ഒരൊറ്റ എല്ല് പോലും പൊടിയാൻ ബാക്കിയില്ല. ഇന്നലെ രാത്രിയിൽ 2 മോഷ്ടാക്കൾ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഇൻസ്പെക്ടർ ചിങ്കമാണ് മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായി പണം തിരിച്ചു പിടിച്ചത്. എങ്കിലും 2 മോഷ്ടാക്കളും കടന്നു കളഞ്ഞിരുന്നു. പോലീസ് വല വീശിയിരിക്കുന്നു. ഈ കാണുന്ന ദൃശ്യങ്ങൾ പോലീസിന് തൊട്ടടുത്തുള്ള കടയിലെ CCTV ലഭിച്ചതാണ്. ഇതെന്താ, നമ്മളെ കള്ളന്മാരാക്കിയോ? യഥാർത്ഥ മോഷ്ടാക്കളെ കണ്ടുപിടിച്ച് നമ്മൾക്കുണ്ടായ കളങ്കം എങ്ങനെയെങ്കിലും തുടച്ചു നീക്കിയേ പറ്റൂ. അതെ, ഈ കളങ്കം നമ്മൾ തുടച്ചു നീക്കിയേ പറ്റൂ. ഡോക്ടർ ചട്ക, ആ ഷൂ ഇങ്ങോട്ട് തരൂ. ഇത്തവണ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. എന്താടാ ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ബോസ്. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കവിതയായിരിക്കുമല്ലോ. എടാ പമ്പര വിട്ടി, കവിതയെ കുറിച്ച് ആലോചിക്കാതെ മോഷണത്തിനെ കുറിച്ച് നിങ്ങളാരും അവിടെ നിന്ന് അനങ്ങിപ്പോകരുത്. ആരാ നിങ്ങള്? സമൂസയിൽ മസാല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിങ്ങളുടെ കുബുദ്ധിക്ക് ഓടിയൻ ഇതാ എത്തിക്കഴിഞ്ഞു. ചില കളികൾ കാണിക്കാനും ചില കളികൾ പഠിപ്പിക്കാനും. അപ്പോഴത്തേക്ക് നീ ഓടിയനും കണ്ടോ? ആക്രമിക്കൂ. ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ സൂപ്പർ ഹീറോന്റെ ജോലികളൊക്കെ എത്ര എളുപ്പമാണെന്ന്? വേഗം വാ, നമുക്ക് അവന്മാരെ പിടിക്കാം. താഴേക്ക് വേണ്ട, മുകളിലേക്ക് തന്നെ പോട്ടെ. മോട്ടോ, ഒന്ന് വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ, അല്ലെങ്കിൽ നമ്മുടെ കഥ വീണ്ടും അവതാളത്തിലാക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. മോട്ടോ, ഇതങ്ങ് എടുത്തോ. എന്തായി കാണിക്കുന്നത്? ഞങ്ങളെ വിട്. ചങ്ങാതിക്ക് ചങ്ങാതി, ദുഷ്ടന്മാർക്ക് ദുഷ്ടൻ. അതാണ് ഈ മോട്ടുമാനായ മോട്ടു. ഭീമൻ അഥവാ പത്ലുമാൻ, ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറായിക്കോളൂ ചതിയന്മാരെ. റെഡി?
ഇവരെ നമുക്ക് ചിങ്കത്തിന് കൊടുക്കാം. വേണ്ട, എന്റെ ബുദ്ധിയിൽ വേറെ ഐഡിയ ഉണ്ട്. എന്താ അത്? ഇന്നലെ രാത്രി മോഷണ പ്രതികളെ പിടികൂടി. മൂന്നാമനും കൂടെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സിംഗമാണ് അവരുടെ ചിത്രം പുറത്തുവിട്ടത്. ഇതാ. ഈ കുപ്രസിദ്ധ മോഷ്ടാക്കൾ നമ്മുടെ നഗരത്തിലെ ആൾക്കാരെ ഭീതിയിൽ ആഴ്ത്തിയിരുന്നു. ഒരു നീണ്ട ചേസിംഗിന് ശേഷം ഞാൻ തന്നെ അവരെ പിടികൂടി. അവർക്ക് അറിയില്ലായിരുന്നു ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത്. ഇറ്റ് ഇസ് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. പത്ലു, നിന്റെ ഐഡിയ വളരെ നന്നായിരുന്നു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള സേവനം എന്താണ്? പൊളിച്ചെടുത്തല്ലോ. സാമൂഹ്യ സേവനം നടത്താം, തീർച്ചയായും പറ്റും. ഡോക്ടർ ജഡ്ക ഒരു പുതിയ ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. പിന്നെ നിങ്ങൾ രണ്ടാൾക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ്സും കാണണ്ടേ? ആക്രമിക്കൂ! അവിടെ നിൽക്ക്. ഓടരുത്. ഓടരുതെന്ന് പറഞ്ഞില്ലേ? നിൽക്കാൻ. നിൽക്കാൻ. നമുക്ക് മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ പിക്നിക് വരണം. എന്ത് രസമായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് സമൂസ കഴിക്കാൻ. ഈ സ്ഥലം എത്ര സുന്ദരല്ലേ. എന്താ ഉണ്ടായത്? മാറ് മാറ്, ഞാൻ ഇയാളൊന്ന് പരിശോധിക്കട്ടെ. ഹലോ, കണ്ണു തുറക്ക്. ഹലോ, ഞങ്ങൾ ഇതിന് ആശുപത്രിയിൽ എത്തിക്കാം. നിക്കൂ, എനിക്ക് അധികം സമയമില്ല. കേൾക്കൂ, ഇവിടുന്ന് 100 കിലോമീറ്റർ ദൂരെ റോക്ക് ഗാർഡന്റെ അടുത്ത് 10 കോടി രൂപ അടങ്ങിയ ബാഗ് ഇരിപ്പുണ്ട്. എല്ലാരും ശ്രദ്ധിക്കുക. ചിങ്കത്തിനോട് 10 കോടിയുടെ കാര്യം പറയരുത് കേട്ടോ. എവിടെ പോയി, എവിടെ പോയിന്ന്? The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. 1 വർഷമായിട്ട് ഞാൻ ഇവനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് എനിക്ക് ഇവനെ കിട്ടിയത്. പറഞ്ഞോളൂ, ഇവന്റെ കഥ തീർന്നതിന് മുമ്പ് ഇവൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? പറയൂ പറയൂ പറയൂ. ഒന്നും പറഞ്ഞില്ല സാറേ. അവൻ വേദന കൊണ്ട് കിടന്നിങ്ങനെ പെടക്കായിരുന്നു. ഇവൻ ഒന്നും പറഞ്ഞില്ലേ? 40 കോടി രൂപ വെച്ചിരിക്കുന്ന ഒരു ബാഗ് ഒളിപ്പിച്ച കാര്യം ഇവൻ നിങ്ങളോട് പറഞ്ഞില്ലേ? 40 കോടിയോ? ഇവൻ നമ്മളോട് 10 കോടി എന്നല്ലേ പറഞ്ഞത്? കള്ളൻ, വഞ്ചകൻ, ചതിയൻ. ഇപ്പൊ പറയൂ, 10 കോടി രൂപയുടെ ബാഗ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അവൻ ആകെ പറഞ്ഞത് 10 കോടി 10 കോടി. പിന്നെ ബോധം കെട്ടുപോയി. സാറാണ് സത്യം, വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒന്നും സത്യം പറയില്ല. ജയിലിൽ ഉണ്ടതെന്നാൽ സത്യം പുറത്തേക്ക് വരും. ഇവനെ പൊക്കിയെടുത്ത് ജീപ്പിനകത്ത് ഇട്. എന്നിട്ട് നിങ്ങളും എന്നോടൊപ്പം വന്നേ. ഹലോ ഹലോ മോഷ്ടാവേ, ഒന്ന് കണ്ണ് തുറക്ക്. എനിക്ക് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എടോ, കണ്ണ് തുറക്ക്. ഡോക്ടറെ, നമുക്ക് രക്ഷപ്പെടാം. കിട്ടുന്ന പൈസ നമുക്ക് പകുതി പകുതി വീതിച്ചെടുക്കാന്നേ. പത്ലു, നമ്മളായിട്ട് എന്തിനാ ഇനി മാറി നിൽക്കുന്നത്? വരൂ, നമുക്കും ചെന്നാ കാശ് അന്വേഷിക്കാം. എന്നിട്ട് പങ്കിട്ടെടുക്കാലോ. ഗുഡ് ഐഡിയ. ഹലോ ഹലോ മോഷ്ടാവേ, ഒന്ന് കണ്ണ് തുറക്കണോ? അവിടെ നിക്ക്. നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഈ ചിങ്കത്തിന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അറിയാമല്ലോ, ഹൈലി ഇംപോസിബിൾ. എല്ലാ തവണയും എന്നെ വീഴ്ത്താൻ പറ്റില്ല. ഡോക്ടറെ കേറ്. ഇവന്മാര് രണ്ടുപേരും നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും പിടിവിടരുത്. പതുക്കെ, ഞങ്ങളുണ്ട് പുറകില്.
രണ്ടെണ്ണത്തിന്റെ നിലവിളി കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? ഞങ്ങളിത് എങ്ങോട്ട് കൊണ്ടുപോവാ? ഒന്ന് പതുക്കെ. ദേ മുമ്പില് മരം, മരം, മരം. ശ്രദ്ധിച്ച് പതുക്കെ, പതുക്കെ പോടേ. ബൈ ബൈ, പിന്നെ കാണാം. ചേട്ടാ, ഈ റോക്ക് ഗാർഡൻ എവിടെയാണ്? ഈ റോഡ് നേരെ റോക്ക് ഗാർഡനിലേക്ക് തന്നെ പോകുന്നേ. അധികം ദൂരമൊന്നുമില്ല, 100 കിലോമീറ്റർ മാത്രം. പക്ഷേ നിങ്ങൾ ഈ വണ്ടിയിൽ എങ്ങനെ അവിടെ ചെന്ന് എത്താനാ ആമവേഗത്തില്? ചേട്ടായി, ആരാ പറഞ്ഞത് ഞങ്ങൾ ഇതിലാ പോകുന്നതെന്ന്? നിക്ക അവിടെ നിക്ക. ഇതിന്റെ എഞ്ചിൻ എവിടാ? ഇതിലെവിടാ പെട്രോൾ അടിക്കുന്നേ? ഹാ, നിക്കിനടാ കള്ളന്മാരെ. കള്ളൻ, കള്ളൻ പിടിക്കേ. ഇനി 10 കോടി നമുക്കുള്ളതാ. അത് കണ്ടോ? മോട്ടുപത്രം പോകുന്ന കണ്ടില്ലേ? സൈക്കിള് കൊണ്ട് 100 കിലോമീറ്റർ പോവാണോ? നിങ്ങളൊരു സംഭവമാണെന്ന് തെളിയിച്ചിരിക്കുക മോട്ടു. എടോ ചെറിയ മനുഷ്യരെ, ഓടിക്കുന്നത് സൈക്കിള്, എന്നിട്ട് സ്വപ്നം കാണുന്നത് 10 കോടി രൂപ. മാണല്ലോ. ചെന്ന് വീട്ടിൽ പോയി വിശ്രമിക്കേ. മോട്ടോ ഒന്ന് വേഗം ചവിട്ടേ. മോട്ടോ നീ ഒന്ന് ആലോചിക്കേ, അവരുടെ മുമ്പിൽ എങ്ങനെ എത്താമെന്ന്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. മോട്ടോ നീ ഒന്ന് ആലോചിക്കേ, 10 കോടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര സമൂസ വാങ്ങി കഴിക്കാമെന്ന്. നീ ആ ചിന്തകളൊക്കെ അയവിറക്കി ഒന്ന് വേഗം സൈക്കിൾ ചവിട്ടാൻ നോക്ക്. 10 കോടിയുടെ സമൂസയോ? അങ്ങനെ ഇനിയും വേഗം ചവിട്ട മോട്ടോ. പൊളിക്കെടുത്തല്ലോ. ഇവന്മാരെ മീതെ ചാത്തം കയറി കൂടിയിട്ടുണ്ടോ? ഐഡിയ. എന്തായാലും ഇവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ഡോക്ടറെ, നമുക്ക് ആദ്യം അവരെ പോയി പിടിക്കണം. എന്തിനൊന്ന് ചെയ്തേ. മോട്ടോ നീ ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. രാവിലെ സമൂസ, ഉച്ചയ്ക്ക് സമൂസ, രാത്രി സമൂസ. നിന്നെ സമൂസയിൽ അങ്ങ് കുളിപ്പിച്ചേക്കാമെന്നേ. അല്ല, എന്തായി സംഭവിക്കുന്നേ? എന്റെ മോട്ടോ, നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ആ വേഗത ഒന്ന് കുറയ്ക്ക്. സമൂസ, 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 സമൂസ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഞങ്ങൾക്ക് ആ റോക്ക് ഗാർഡൻ വരെ ഒന്ന് ലിഫ്റ്റ് തരുവോ? ഭൂതം. രക്ഷിക്കണേ. നന്ദിയുണ്ട് മാഷേ, രക്ഷപ്പെട്ടു. കണ്ടില്ലേ, പാരച്യൂട്ടിലായി അവരുടെ യാത്ര. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആകാശത്തിലൂടെ പോകുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ട്. വരൂ, ഇങ്ങ് തന്നെ. എടോ നിക്കളെ, എന്റെ ബലൂണിന്റെ പൈസ തന്നിട്ട് പോടോ. എടോ എന്റെ പൈസ താ, എന്റെ ബലൂണിന്റെ പൈസ താടോ.
മണി ഓർഡർ ആയിട്ട് അയച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ തന്നേക്കാം. അഡ്രസ് എഴുതിയെടുക്കണോ? നിക്ക്, ഇതാ കള്ളൻ കള്ളൻ കള്ളൻ. കൂട്ടുകാരെ ഞങ്ങള് പോവാ, അവിടെ വെച്ച് കാണാൻ കേട്ടോ. മോട്ടോ ദേ പോകുന്ന ജഡ്കയും ഗസീറ്റയും വേഗം അവരെ മറികടക്കേ. അവന്മാർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. എന്റെ പൊന്നു മോട്ടു, ഞാൻ ആരാണ്? നിന്റെ സഹോദരൻ, നിന്റെ ചങ്ക്. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നാളെയും കാണേണ്ടവരല്ലേ നമ്മള്? ഞങ്ങള് തനിച്ചാക്കിയിട്ട് നിങ്ങൾ കാറിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോ കണ്ടില്ലല്ലോ ഈ ചങ്ക് സ്നേഹമൊന്നും. നീ മോട്ടറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നീ ഒരു നല്ല മനുഷ്യനല്ലേ? എന്ന് വെച്ചാ ഞാൻ കൊള്ളരുതാത്തവനെന്നാണോ? പിടിച്ചോ പിടിച്ചോ, ഇന്ന് ഇത് പിടിച്ചോ, ഇതും ഇരിക്കട്ടെ. മുറുക്കെ പിടിച്ചോളേ. ഇതാണ് ഫൈനൽ. ഞങ്ങൾക്ക് 10 കോടി രൂപയുടെ ബാഗ് വേണ്ട. ഞങ്ങളെ രക്ഷിച്ചാൽ മാത്രം മതി. എന്റെ മോട്ടു സ്നേഹിത, എനിക്ക് 10 കോടിയൊന്നും വേണ്ട. ഞങ്ങളെ ഒന്ന് രക്ഷിച്ചാ മാത്രം മതി. എന്നാ കൈ ഇങ്ങതാ, നല്ല മുറുക്കം പിടിച്ചോ. നിൽക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് 10 കോടി രൂപയുടെ ബാഗൊന്നും വേണ്ടെന്ന്. ബാഗ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് കാശിനെ വേണ്ടത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഇതാണ് 10 കോടി രൂപയുടെ ബാഗ്. ദേ പോകുന്നു നമ്മുടെ 10 കോടി. മോട്ടോ രക്ഷിക്കേ. Help! നിൽക്കൂ! Help! വിടൂ! കാലിത് വിടൂ! പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇതുപോലെ ഞാൻ ആകാശത്തിലേക്ക് പറന്നിട്ടില്ല. ചിങ്കം സാർ, ഒന്ന് പിടിച്ചേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. ദേ പറക്കുന്നു എന്റെ 10 കോടിയുടെ സമൂസ. Moto